സൂപ്പർ വാല്യൂ ഡിജി വേൾഡ് ഒരുക്കുന്നു മൺസൂൺ ഓഫർ. സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ 7999 മുതൽ. കൂടാതെ എമർജൻസി ഫ്ലാഷ് ലൈറ്റ്, അയൺ ബോക്സ്, ഫ്ലാസ്ക് എന്നിവ 50% വരെ ഓഫർ നൽകുന്നു. ഏവർക്കും സ്വാഗതം. വയനാട് ദുരന്തത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് കൈത്താങ്ങാവുകയാണ് ഒരു 8 വയസ്സുകാരൻ. തന്റെ കുഞ്ഞനിയത്തിക്ക് പിറന്നാൾ സമ്മാനം വാങ്ങുവാൻ കരുതിവെച്ച പണം ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി. മുഹമ്മദ് നിഹാൻ എന്ന കൊച്ചുമിടുക്കനാണ് മാതൃകയായിരിക്കുന്നത്. ആറ്റൂർ അറഫ ഇംഗ്ലീഷ് സ്കൂളിൽ 2ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് മുഹമ്മദ് നിഹാൻ. സഹോദരി 3 വയസ്സുകാരി ആയിഷുവിന് പിറന്നാൾ സമ്മാനമായി കുഞ്ഞുടുപ്പുകളും കളിപ്പാട്ടങ്ങളും വാങ്ങാൻ സ്വരുക്കൂട്ടി വെച്ച പണമാണ് മുഹമ്മദ് നിഹാൻ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറിയത്. 2 ദിവസം മുൻപ് തന്റെ വീട്ടിൽ വന്ന അതിഥികൾ വയനാടിന്റെ ദുരന്തകഥ പരസ്പരം പങ്കുവയ്ക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട 8 വയസ്സുകാരൻ നിഹാൻ തന്റെ സമ്പാദ്യം നൽകാൻ സന്നദ്ധത അറിയിക്കുകയായിരുന്നു. 2 ദിവസം മുന്നേ ഇവിടെ കുറെ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ചുറ്റും നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, വയനാട്ടിലെ ദുരിതം കാരണം ആൾക്കാർക്ക് വീട് വെച്ച് കൊടുക്കണമെന്ന്. അപ്പോൾ ഓടിപ്പോയി എൻ്റെ കുണ്ടിക പാത്രം കൊണ്ടുവന്ന് ഉപ്പാൻ്റെ അടുത്ത് കൊടുത്തു. ഞാൻ പറഞ്ഞു, ഇത് ദുരിതങ്ങളായ ആൾക്കാർക്ക് അവർക്ക് വീട് വെച്ച് കൊടുക്കാൻ വേണ്ടി കൊടുക്കണം എന്ന് ഞാൻ പറഞ്ഞു. KMCC ചേലക്കര നിയോജക മണ്ഡലം പ്രസിഡന്റും ദേശമംഗലം തലശ്ശേരി സ്വദേശിയുമായ കൊണ്ടപ്പുറത്ത് വീട്ടിൽ മുസമ്മിൽ നാജിയ ദമ്പതികളുടെ 2 മക്കളിൽ മൂത്ത മകനാണ് തന്റെ ജീവിതത്തിലെ ആദ്യ സമ്പാദ്യ ശേഖരണം മുസ്ലിം ലീഗിന്റെ വയനാടിനൊപ്പം എന്ന ക്യാമ്പയിനിലേക്ക് സംഭാവന ചെയ്തത്. തൃശൂർ ജില്ലയിൽ തന്നെ സംഭാവന നൽകിയ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയായി മാറി നിഹാൻ. മുസ്ലിം ലീഗ് ഭാരവാഹികളായ TM ഹംസ, STU സംസ്ഥാന ഭാരവാഹി ഷംസാദ് തലശ്ശേരി, ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് അംഗം ഇബ്രാഹിം, MSF ഭാരവാഹികളായ സാലിഹ് അൽത്താഫ് തുടങ്ങിയവർ പങ്കെടുത്തു. കാര്യങ്ങൾ സംസാരിക്കുന്നതിൽ വയനാടിന്റെ ഈ അപ്രതീക്ഷിതമായിട്ടുള്ള ഈ ഒരു ദുരന്തം അത് ചർച്ചയിൽ വന്നു. ഒപ്പം എൻ്റെ മോന് നെഹാന് കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ കാര്യങ്ങൾ സംസാരിക്കുന്നിടയിൽ എന്നെ അടുത്തിരുത്തി ചോദിച്ചറിഞ്ഞില്ല, എന്താണ് പറ്റിയ പ്രശ്നം. ഒരുപാട് ആളുകൾ പ്രയാസപ്പെട്ട് നിൽക്കുന്ന ആ ഒരു അവസ്ഥ കണ്ടിട്ട് അവൻ ഓടിപ്പോയി അവൻ്റെ വണ്ടിപാത്രം എടുത്തുകൊണ്ട് വന്ന് പറയാണ്, ഇത് അവരെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക്, അതായത് പാവപ്പെട്ടവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഉപ്പച്ചി ഇത് കൈമാറണം എന്നുള്ള രീതിയിൽ പറഞ്ഞപ്പോൾ വല്ലാണ്ട് നമുക്കൊക്കെ സന്തോഷമായി. റൈറ്റ് വിഷൻ ന്യൂസ്, ദേശമംഗലം.